പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത്, മെൻസ്ട്രേഷൻ ആയിരിക്കുന്ന സമയത്ത് പല സ്ത്രീകളും അനുഭവിക്കുന്നതാണ് നല്ല വയറുവേദനയും അതുപോലെ തന്നെ കാലിൻ്റെ ഭാഗത്തുള്ള വേദന ഇതൊക്കെ. സോ ഈ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഞാൻ ചെയ്യുന്ന കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അരമണിക്കൂറിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നല്ല ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ചില എക്സസൈസ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടാറുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നല്ല പെയിൻ ഉണ്ട്, അതായത് നിങ്ങൾക്ക് ഫങ്ഷൻ പോലും ചെയ്യാൻ പറ്റാത്ത അത്ര പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡോക്ടറിനെ തന്നെ കൺസൾട്ട് ചെയ്യണം. അതൊരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്, ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യണം. അതല്ല നല്ല പെയിൻ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല, അത്ര വലിയ കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു എക്സസൈസുകളൊന്ന് ചെയ്ത് നോക്കൂ, ഈ ഒരു സ്ട്രെച്ചിങ് ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്തായാലും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. സോ ഫസ്റ്റത്തേത് നമ്മൾ ലോവർ അബ്ഡോമനിൽ നമ്മുടെ പെൽവിക് റീജിയനിൽ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റത്തേത് വീൽ പൊസിഷൻ. ഈ ഒരു പൊസിഷൻ്റെ പേരാണ് വീൽ പൊസിഷൻ. ഇതിന് യോഗ ടേമിൽ പറയുന്നത് ചക്രാസന എന്നാണ്. ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻറ്റയർ ബോഡിയിലാണ് ഇതിൻ്റെ സ്ട്രെച്ചിങ് ഉണ്ടാകുന്നത്. എസ്പെഷ്യലി ഇത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലോവർ അബ്ഡോമൻ്റെ ഭാഗത്ത്, നമ്മുടെ ഷോൾഡേഴ്സിൻ്റെ ഭാഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ സ്പൈനിൻ്റെ ഭാഗത്ത്. ഈ 3 ഏരിയാസിലാണ് ഇത് സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്ത് നോക്കുക, ഭയങ്കര എഫക്റ്റീവാണ്. ഇത് ചെയ്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്ന പോലെ, വേദന പെട്ടെന്ന് കുറയുന്നത് പോലെ തോന്നും. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടും, നല്ലൊരു റിലീഫ് കിട്ടും. സോ ഈ ഒരു എക്സസൈസ് ചെയ്ത് നോക്കുക. പിന്നെ ഇത് നിങ്ങൾ ഈ ഒരു എക്സസൈസിലോട്ട് ബിഗിനർ ആണെങ്കിൽ ഇത് ഒരിക്കലും ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ചെയ്യരുത്. ഏതെങ്കിലും ഒരു ബെഡിൻ്റെ മേലെ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് സർഫസിൽ നിന്നുകൊണ്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അല്ലാതെ ബിഗിനറായിട്ട് ഒരിക്കലും ഡയറക്റ്റ്ലി ഇപ്പോൾ ഫ്ലോറിൽ നിന്നുകൊണ്ട് ചെയ്യരുത്. ഇത്തിരി സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കുറച്ചും കൂടി നന്നായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് നല്ല ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫ്ലെക്സിബിൾ അല്ലാത്ത ആൾക്കാർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഒന്ന് ചെയ്ത് നോക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഡെഫിനറ്റ്ലി ഒരു സോഫ്റ്റ് സർഫസിൽ നിന്നിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് കോബ്ര സ്ട്രെച്ച്. ഈ ഒരു പൊസിഷൻ്റെ പേരാണ് കോബ്ര സ്ട്രെച്ച്. യോഗ ടേമിൽ ഇതിന് ഭുജംഗാസന എന്നാണ് പറയുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അബ്ഡോമൻ്റെ ഭാഗത്ത്, നമ്മുടെ സ്പൈനിൻ്റെ ഭാഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുന്നത്. സോ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ എക്സസൈസ് ഇത്തിരി കോംപ്ലക്സ് ആണ്. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെച്ചാണ് ഈ കോബ്ര സ്ട്രെച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് സ്ട്രെച്ച് ഫീൽ ചെയ്യണം. അബ്ഡോമൻ്റെ ഭാഗത്ത് നമുക്കൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി വേണം ചെയ്യാനായിട്ട്. അല്ലാണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് ഒരിക്കലും ചെയ്തു വിടരുത്. ഒരു സ്ട്രെച്ച് കിട്ടുന്ന രീതിയിൽ ഇത് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എക്സസൈസാണ്. ലോവർ അബ്ഡോമൻ്റെ ഭാഗത്ത്, അതായത് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് വേദന കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആൾക്കാരും വേദന അനുഭവിക്കുന്നതാണ് നമ്മുടെ കാലിൻ്റെ ഭാഗം. അതായത് എസ്പെഷ്യലി നമ്മുടെ തൈസിൻ്റെ ഭാഗത്ത് കുറേ ആൾക്കാർക്ക് വേദന അനുഭവിക്കുന്നുണ്ട്. സോ ഇനി കുറച്ചുള്ള എക്സസൈസ് നമ്മുടെ തൈസിൻ്റെ ഭാഗത്ത് ഫോക്കസ് ചെയ്യുന്ന, നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് എക്സസൈസുകളാണ്. സോ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഫോർവേഡ് ബെൻഡ്. ഈ ഒരു പൊസിഷൻ്റെ പേരാണ് ഫോർവേഡ് ബെൻഡ് എന്ന് പറയുന്നത്. ഇതിന് യോഗ ടേമിൽ ഉത്തനാസന എന്നാണ് പറയാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരുന്നുകൊണ്ടും ചെയ്യാം, അതേപോലെ തന്നെ നിന്നുകൊണ്ടും ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമ്മുടെ സ്പൈനിൽ ഇത് ഫോക്കസ് ചെയ്യും, നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് എന്തായാലും ഫോക്കസ് ചെയ്യും. ആൻഡ് ഓവറോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഈ ഒരു എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരിക്കലും നിങ്ങളുടെ കാലിൻ്റെ അവിടെ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പരമാവധി നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടെ സ്ട്രെച്ച് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മുടെ കാലിൻ്റെ ഭാഗം സ്ട്രെച്ച് ആവാണ് ചെയ്യുന്നത്. സോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് കാലിൻ്റെ അവിടെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പരമാവധി നിങ്ങൾ അങ്ങോട്ടേക്ക് ട്രൈ ചെയ്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവിടെ സ്ട്രെച്ചിങ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇതിൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കുറച്ചും കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ
എനിക്ക് എൻ്റെ കാലിൻ്റെ തള്ളവിരൽ വരെ പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് എൻ്റെ കാല് ഇങ്ങനെ കവർ ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലോട്ട് ഞാൻ മാറ്റിയെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര വരെയാണോ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നത് അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് എപ്പോഴും സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത് രണ്ടെണ്ണം, ഈ ഒരു ഫോർവേഡ് ബെൻഡ് നമുക്ക് ഇന്നുകൊണ്ടും നിന്നുകൊണ്ടും ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു എഫക്റ്റീവാണ്, കാരണം നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇവിടെ കാല് നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നുണ്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു എഫക്റ്റ്, നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സിംഹാസന പൊസിഷനാണ്. പല ആൾക്കാരും ഇരിക്കാറുള്ള ഒരു പൊസിഷനാണ് ഈ ഒരു സിംഹാസന പൊസിഷൻ എന്ന് പറയുന്നത്. കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് ഇരിക്കാറുള്ള പൊസിഷനാണിത്. അതുകൊണ്ട് അവരിൽ ഇത് എത്ര എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെപ്പോലുള്ള ആൾക്കാർ, ഞങ്ങൾ സാധാരണ ഇരിക്കുന്ന പോലെയുള്ളവരാണെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് എന്തായാലും കാലിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല സ്ട്രെച്ച് ഉണ്ടാവും. അപ്പോൾ അത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ അങ്ങനെയുള്ള സ്ഥിരമായിട്ട് ഇരിക്കുന്നവർക്ക് ഇത് അത്ര എഫക്റ്റീവ് ആവില്ല. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം പറയാത്തത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു സിംഹാസന പൊസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് എക്സാക്ട്ലി സിംഹാസന പൊസിഷൻ ഇങ്ങനെയല്ല, അതിൽ നമ്മൾ കുറച്ചും കൂടി ഫോർവേഡ് ആയിട്ടിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ നാക്ക് എടുത്ത് പുറത്തിടണം. ആക്ച്വലി ഒരു സിംഹത്തിനെ ഒരു റെപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പൊസിഷനാണ് അത്. സിംഹത്തിൻ്റെ നമ്മൾ അതിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു പൊസിഷനാണിത്. അപ്പോൾ ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ്, കാരണം ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് ആണ് ഇത്. അപ്പോൾ ഇത് കുറേ ആൾക്കാർക്ക് ഇത് എഫക്റ്റീവ് ആയിരിക്കും. കുറേ ആൾക്കാർ ഇത് സ്ഥിരമായിട്ട് പൊസിഷനിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ അത് അവർക്ക് ഈ ഒരു എക്സസൈസ് അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ ഈ ഒരു ഭാഗം, നമ്മുടെ തൈസിൻ്റെ ഈ ഒരു ഭാഗത്ത് എന്തുണ്ടായിരിക്കണം, ഒരു സ്ട്രെച്ചിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കിക്കൊണ്ട് ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ എക്സസൈസാണ് നമ്മുടെ അബ്ഡോമൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ തൈസിൻ്റെ ഭാഗത്തും ഫോക്കസ് ചെയ്യുന്ന കുറച്ച് എക്സസൈസുകൾ. ഇനി ഇതിനും പുറമെ നമുക്ക് വേറെ കുറച്ച് എക്സ്ട്രാ എക്സസൈസ് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്യാം. അബ്ഡോമനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്യാറ്റ് കൗ പോസ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രിഡ്ജ് പൊസിഷനും ഉണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് ലെഗിനെ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് സിറ്റപ്പും അതുപോലെ തന്നെ സ്ക്വാട്സും. ആൻഡ് നമുക്ക് OG ലെഗ് സ്ട്രെച്ച്, നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള ഈ ഒരു ലെഗ് സ്ട്രെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബട്ടർഫ്ലൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എഫക്റ്റ് നമ്മുടെ കാലിൻ്റെ ഈ ഒരു ഭാഗത്ത്, തൈസിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു എക്സസൈസുകളൊക്കെ ഇതിൽ കാണിച്ചിട്ടിരിക്കുന്ന എല്ലാ എക്സസൈസും നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസാണ്. അതുകൊണ്ട് ഇത് ഈ ഒരു ടൈമിൽ തന്നെ, പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യണമെന്നില്ല. ബാക്കി എല്ലാ ടൈമിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇത് ഭയങ്കര സിമ്പിളാണ്. ഒരു ദിവസം ഒരു 10 മിനിറ്റ്, ഒരു 20 മിനിറ്റ് ഇതിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എഫക്റ്റ് തന്നെ നമുക്ക് ഇതിന് കിട്ടും. സോ ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. ആൻഡ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ടൈമിൽ, പീരീഡ്സ് ആയിട്ടിരിക്കുന്ന ടൈമിൽ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കാത്തതിൻ്റെ കുറേ കുറവുണ്ടെങ്കിൽ ഈ ജലദോഷം അങ്ങനത്തെ കുറേ അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു വട്ടം ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയ സമയത്ത് ജലദോഷം ഉണ്ടായിരുന്നപ്പോൾ ഡോക്ടർ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് മെൻസ്ട്രേഷൻ കഴിഞ്ഞിരുന്നോ? അപ്പോൾ പറഞ്ഞത് മെൻസ്ട്രേഷൻ ആയിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ ഒരു ടൈമിൽ ഗേൾസ് വെള്ളം കുടിക്കുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് അസുഖങ്ങൾ നമുക്ക് ഇതുപോലെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ചുകൂടി നന്നായിട്ട് ബെറ്റർ ആയിട്ട് നമുക്ക് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കുറച്ച് കാലമായിട്ട് ഇതുപോലത്തുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാവുന്നുണ്ട്. ആൻഡ് വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തോട്ട് കാണണം. അത് ചിലപ്പോൾ നോർമൽ ആയിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നന്നായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്കിത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.